ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നന്നാക്കുന്നതിൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന് വ്യക്തമായ ഒരു പങ്കുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണോ മാനുവൽ ട്രാൻസ്മിഷൻ ആണോ ബെസ്റ്റ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തരുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓരോന്നിനും അതിൻ്റെതായ ഗുണവും ദോഷവുമുണ്ട്. സോ അവ ഓരോന്നും ഒരു വാഹനം വാങ്ങുന്നതിന് മുൻപേ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യമേ, എന്താണ് ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം? ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായേക്കാം. നമ്മുടെ ഗിയർ ബോക്സ് തന്നെയാണിത്. എഞ്ചിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവർ വീലുകളിലേക്ക് സ്പീഡ് കുറച്ചും കൂട്ടിയും ആവശ്യാനുസരണം നൽകലാണ് ഇവരുടെ മെയിൻ പണി. റോഡിൽ എന്തു നടന്നാലും വാഹനം ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് സ്പീഡ് കൂടിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. അപകടങ്ങൾ ഏതൊക്കെ വഴിക്ക് വരുന്നു എന്ന് നോക്കിയാൽ മതിയല്ലേ. ട്രാൻസ്മിഷൻ സിസ്റ്റം ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. മെയിൻ ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻസ് ആൻഡ് ഹൗ ദേ വർക്ക്. മാനുവൽ ട്രാൻസ്മിഷൻ. ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള കാർ ഓടിക്കുന്ന ഒരാൾ ഡ്രൈവിംഗ് കണ്ടീഷൻ അനുസരിച്ച് ക്ലച്ച് ചവിട്ടി ഗിയർ ഓരോന്നായി മാറ്റിക്കൊണ്ടേയിരിക്കണം. ക്ലച്ച് അമർത്തുമ്പോൾ യഥാർത്ഥത്തിൽ എഞ്ചിൻ പവർ ട്രാൻസ്മിഷനിൽ നിന്ന് വേർപെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്മൂത്തായി നമുക്ക് ഗിയർ മാറ്റാൻ പറ്റുന്നത്. ഈ അവസരത്തിൽ ആക്സിലറേറ്റർ എങ്ങാനും അമർത്തിയാൽ ഒരു പ്രത്യേക സൗണ്ട് കേൾക്കുന്നത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. മാനുവൽ ട്രാൻസ്മിഷനെ അപേക്ഷിച്ച് ഈ പണിയെല്ലാം ഡ്രൈവിംഗ് കണ്ടീഷൻ അനുസരിച്ച് തനിയെ നടന്നോളും. ഇവ ഒരുപാട് തരത്തിലുണ്ട് കേട്ടോ. സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ അഥവാ CVT, ഡ്യുവൽ ക്ലച്ച് അഥവാ DCT, ടോർക്ക് കൺവേർട്ടർ തുടങ്ങിയവ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും മാനുവൽ ട്രാൻസ്മിഷൻ അത്ര നല്ലതല്ല എന്ന്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. അവയുടെ ഗുണങ്ങളൊന്ന് നോക്കാം. ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ഡ്രൈവിംഗിന്റെ കൺട്രോൾ അവരുടെ കയ്യിൽ തന്നെ വേണമെന്നാണ് ആഗ്രഹം. അതുവഴി ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാം. ഇത്തരക്കാർക്ക് പറ്റിയത് മാനുവൽ ട്രാൻസ്മിഷനാണ്. കൃത്യമായി ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാൻ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ബെറ്റർ. എന്നിരുന്നാലും പുതിയ ടെക്നോളജികൾ വഴി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്യൂൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്ന കാര്യം ഓർക്കുമല്ലോ. മാനുവൽ ട്രാൻസ്മിഷനിൽ കോംപ്ലക്സ് ഡിസൈനുകളോ ഇലക്ട്രോണിക് സിസ്റ്റംസോ ഇല്ലാത്തതുകൊണ്ട് വില കുറവായിരിക്കും. അതുപോലെ തന്നെ സർവീസ് കോസ്റ്റും. കോംപ്ലക്സ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കാലം കംപ്ലൈൻറ്റ്സ് ഇല്ലാതെ ഓടുകയും ചെയ്യും. ഇനി ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന്റെ ഗുണങ്ങൾ നോക്കാം. ഏതെങ്കിലും ഒരു ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഈസിയാണ്. ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം തന്നെ നടന്നോളും. പണ്ട് ശ്രീനിവാസൻ പറഞ്ഞ പോലെ ക്ലച്ച് ഇടുമ്പോൾ ഗിയർ അമർത്തേണ്ട ആവശ്യമില്ല. ഒരു ഹൈ ട്രാഫിക്കിൽ എപ്പോഴും ക്ലച്ച് അമർത്തി ഗിയർ മാറേണ്ട അവസ്ഥയില്ല. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് എല്ലാം ഉള്ളതുകൊണ്ട് സ്പോർട്സ് മോഡ്, ഓഫ് റോഡ് കാപ്പബിലിറ്റീസ് എല്ലാം ഉണ്ടാകും. സോ മൊത്തത്തിൽ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്ത് ഡ്രൈവിംഗ് ഈസി ആയിരിക്കും. ഇപ്പോൾ ഓരോ ടൈപ്പിന്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി. ഇനി ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏതാണ് ചേരുന്നത് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങളുടെ ഡ്രൈവിംഗ് ഹാബിറ്റ്സ്. വാഹനവുമായി എൻഗേജ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കുറച്ച് ഈസിയായ ഡ്രൈവിംഗ് ആണോ ഇഷ്ടപ്പെടുന്നത്? ഇതിനനുസരിച്ച് മാനുവലോ ഓട്ടോമാറ്റിക്കോ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ തിരഞ്ഞെടുക്കാം. എക്സ്പീരിയൻസ് ലെവൽ. തുടക്കക്കാരെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഗിയർ മാറുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെയുള്ളപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഹെൽപ്ഫുൾ ആകും. ഡ്രൈവിംഗ് എൻവയോൺമെന്റ്സ്. നിങ്ങളുടെ യാത്ര അധികവും സിറ്റിയിലെ ട്രാഫിക്കിലാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിരിക്കും ഉപകാരപ്രദം. ബഡ്ജറ്റ്. ടൈറ്റ് ബഡ്ജറ്റ് ആണെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷൻ ആയിരിക്കും നല്ലത്. സോ ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് മാത്രം മാനുവൽ ട്രാൻസ്മിഷൻ വേണോ അതോ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വേണോ എന്ന് സെലക്ട് ചെയ്യാം.